എൻ്റെ പൊന്നാര ചങ്ങായിമേനെ അർജൻറ്റീന നാളത്തെ കളി നിങ്ങൾ കണ്ടിനോ? സ്പെയിനോട് കളിച്ചപ്പോൾ ഇവർക്ക് ബോൾ തൊടാൻ കിട്ടിയില്ല. ഏ ഇവല് ഓലെ വിചാരം എന്താ പറയുക, അതുവരെ ഫിഫേൻ്റെ ടീമൊക്കെ കൂടെ നിന്ന് എന്തായാലും 1 വരെ 9ാം ക്ലാസ് വരെ ഇത് പഠിക്കാതെ പാസ്സായി പോകും. അതാണ് ഫിഫേൻ ചെയ്തത്. 9ാം ക്ലാസ് വരെ എത്തിച്ചു കൊടുത്ത് 10ാം ക്ലാസ് പഠിച്ചിട്ട് തന്നെ പാസ്സാവണം വേണ്ടേ? അതാണ് ഇവർക്ക് പറ്റി. ഫൈനൽ കളിച്ച് ജയിക്കണം. അത് ഇവർക്ക് നടക്കൂല. കളിച്ച് ജയിക്കാൻ ബോളൊന്ന് തൊടാൻ കിട്ടിയില്ല. ആർക്ക്? അർജൻറ്റീനയ്ക്ക്. കിട്ടിയത് ആർക്കാ? ഇവർക്കാ. ആർക്ക്? ഫുള്ള് കളിച്ചാരാ? കപ്പ് നേടിയപ്പോൾ ഇവലാട്ടോ സ്പെയിൻ. കണ്ടില്ല നിങ്ങൾ? ഞാൻ പറഞ്ഞില്ലേ, ഇവരാണ് ആൺകുട്ടികൾ. ഒരു കപ്പ് നേടി. പക്ഷേ അർജൻറ്റീനനെ ബോൾ തൊടിക്കാതെ 90 മിനിറ്റ് ഒരു ഷോട്ട് പോലും വായിപ്പിക്കാൻ കഴിയാതെ കുടുക്കിക്കാഞ്ഞ് വരും. എന്തായാലും പൊളിച്ചിട്ടോ. ഇവർ അടിപൊളി കളിയാണ്, സംഭവം റെഡി. പക്ഷേ ഞാൻ ബ്രസീലുകാരനാണ്. ഞാൻ അതുകൊണ്ടൊന്നല്ല കുറ്റം പറഞ്ഞു. ഞാനത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ബ്രസീലുകാരനായതുകൊണ്ടാണ്. അതൊന്നല്ല. അന്ന് നിങ്ങൾ കളി കണ്ടു നോക്കിയാൽ 90 മിനിറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പ്രാവശ്യം ഒരു ഷോട്ട് വല്ലതും എതിർക്കാൻ പറ്റി കഴിഞ്ഞില്ല മൊത്തത്തിൽ. അപ്പോൾ അങ്ങനത്തെ സ്ഥിതി ഫുള്ള് കണ്ടില്ലേ? സ്പെയിൻ്റെ ഒരു കപ്പ് നേടി അവർ കൊണ്ടുപോവുകയും ചെയ്ത്. ലാസ്റ്റ് ഇവർ അർജൻറ്റീന ഒരു പണി ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ? ഇവർ കളി കഴിഞ്ഞിട്ട് അത് പോട്ടെ, കളിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ലേ? എക്സ്ട്രാ ടൈമിലും കളിക്കാൻ കഴിഞ്ഞില്ല. ഇവർ എന്നിട്ട് ജയിച്ച ടീമിനെ പോയി തല്ലുക. ആര്? ഏതെങ്കിലും ടീം ചെയ്തിന പണി തോറ്റാ പോരേ പോകണം, അല്ലാതെ ഉളുപ്പില്ലാത്ത പണി ചെയ്യലല്ല. അർജൻറ്റീന കുറേ ടീമുണ്ട് ഇവിടെ വർത്താൻ പറഞ്ഞ്. ഓരോട് എല്ലാവരും പാടെ പറഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മൾ ആഘോഷിക്കുകയൊക്കെ ചെയ്യുക. തോറ്റുണ്ടെങ്കിൽ സമ്മതിക്കാൻ വേണം. തോറ്റുണ്ടെങ്കിൽ സമ്മതിക്കാൻ കഴിയത്തില്ല, അതിന് കയറി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫൈനൽ കളിക്കാതെ പോയിക്കാളുടെ ഇനി ഇത് തോറ്റിട്ട് നിന്നിട്ട് ജയിച്ച ടീമിനെ പിടിച്ച് തല്ലുക, എരപ്പാളിത്തരവും. അതിനാണ് ഇത് ശരിക്കും ഇവിടെ നാട്ടിൻപുറത്തായിട്ടാണ് കണ്ണ് തച്ചോട്ടിരിക്കുന്നത്. ഇവിടത്തെ ആണെങ്കിൽ എന്താ അർജൻറ്റീന ആയാലും വേണ്ടിയില്ല. അല്ല ഉളുപ്പില്ലാത്ത പണി. തോറ്റാൽ തോറ്റ മാതിരിക്കണം. അതിനൊക്കെ ഞങ്ങളെ ടീമിന് കണ്ടുപിടിക്കടാ. ബ്രസീൽ ഞാൻ അവരെ കാണിച്ചുതരാം. തോറ്റിട്ടുണ്ടെങ്കിലേ ഞങ്ങളെ നെയ്മർക്ക് 2 തുള്ളി കണ്ണീരട് പോയാലും വേണ്ടില്ല. അത് അടിച്ച് പൊളിച്ച് തോറ്റു എന്ന് സമ്മതിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. ഞങ്ങൾ തോറ്റിട്ട് ഞങ്ങൾ ഇത് മറ്റുള്ളവരെ തല്ലാനോ കുത്താനോ ഞങ്ങൾ പോയില്ല. അതാണ് ബ്രസീൽ. കാരണം അന്തസ്സോടെ ഇറങ്ങി വരും. ആ തോൽവി ഞങ്ങൾക്കൊരു അഭിമാനമാണ്. അത് മറ്റുള്ള ടീമുകൾക്കുണ്ടോ? ഇല്ല. അർജൻറ്റീനയ്ക്ക് എന്ത് ഉളുപ്പുള്ളത്? പിന്നെ അർജൻറ്റീനയെ തോൽപ്പിച്ച ഒരാൾ നടന്നു വരുന്നുണ്ട്. ഇതാ ആ നടന്നു ഈ മനുഷ്യനാട്ടോ അർജൻറ്റീന തോൽപ്പിച്ചേ. ബ്രസീൽ തോൽക്കുന്നു പറഞ്ഞതും ഇയാളാണ്, അർജൻറ്റീന തോൽക്കുന്നു പറഞ്ഞതും ഇയാളാണ്. ബാക്ക് നടന്നു വരുന്ന ആൾ. ഇയാൾ കാരനാണ് തോറ്റത്. നിങ്ങൾ വേറെ ആരും പിടിക്കണ്ട. ആ സാമ്യം ഒന്നല്ല കേട്ടോ. ആ സാമ്യം ഒന്നല്ല. എന്താണ് പറയുന്നത്? എന്താ പറഞ്ഞേ? നോക്കിയാ കേട്ടോ, ഇയാളൊരൊറ്റ ആൾക്കാരനാണ്. ഇത് അർജൻറ്റീന തോറ്റേ. അയ്യോ, അർജൻറ്റീന തോറ്റ ഇയാളൊരൊറ്റ ആൾക്കാരുണ്ട്. വെറുതെ അല്ല. ആ സാമ്യം അല്ല കേട്ടോ. സാമിക്കൊന്നും ചെയ്യണ്ട. കണ്ടില്ലേ? ഇയാൾ കാലുകൊണ്ട് വരച്ച് കാണിച്ച് അന്നൊക്കെയാണ് ബ്രസീൽ തോറ്റും. അന്ന് തോറ്റി. മിനിയാന്ന് എന്നോട് പറഞ്ഞു ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞു അർജൻറ്റീന തോൽക്കുന്നു. അതും തോറ്റി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞെന്താ അറിയോ? അതോ അപ്പോൾ കണ്ടല്ലേ, നമ്മൾ ബോർഡ് ഇന്നല്ല നാളെ ആയിക്കോട്ടോ ബോർഡ്. എന്തായാലും നമ്മൾ ജയിച്ചാന്ന് പറയും. എന്തായാലും നമ്മൾ മറ്റുള്ള ഇവരെ മാതിരി എരപ്പാളത്തരം നമ്മൾ കാണിക്കൂല. തോറ്റ മാതിരി പോരും. ഞങ്ങൾ തോറ്റത് കണ്ടത്തിലിറങ്ങി മറ്റുള്ള ജയിച്ചാലെ കൊല്ലാൻ പോരാ. ഞങ്ങൾ അർജൻറ്റീനക്കാരല്ല. അപ്പോൾ ടീംസെ ഷെയർ ചെയ്യുക, ലൈക്ക് ഇടുക. ഞാനൊരു 2 ദിവസം വൈകി എന്താ വെച്ചാൽ ഇത് ഇടാൻ 2 ദിവസം വൈകി വെച്ചാൽ എന്താ വെച്ചാൽ ഈ നമ്മളെ എന്തൊക്കെ ആയാലും നമ്മളെ കളിന് സ്പിരിറ്റ് വെക്കാരെ. അർജൻറ്റീനയെ കളി കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ കരഞ്ഞിട്ടുണ്ട് ഇത് തോറ്റുപോയിട്ട്. അപ്പോൾ അവർക്കൊരു വിഷമമായതുകൊണ്ട് വിചാരിച്ചു ഞാൻ 2 ദിവസം വൈകിട്ടാണ് വീഡിയോ ഇടുന്നത്. ഓക്കെ ടീംസ്.